Welcome to Ehela's Tuition. കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പേജ് നമ്പർ 62. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, എങ്ങനെയാണ് മെറ്റൽസ് ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഡിസ്കവറി ഓഫ് ദ മെറ്റൽ ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ് ദറ്റ് ഹാസ് റെവല്യൂഷനൈസ് ദ വേൾഡ്. ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു മെറ്റലിൻ്റെ കണ്ടുപിടുത്തം. ദിസ് ആർ മാർക്ഡ് ആസ് ദ മെറ്റൽ ഏജ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഹ്യൂമൻ പ്രോഗ്രസ്. മനുഷ്യരുടെ ആ ഒരു ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുള്ളത് മെറ്റൽ ഏജ് എന്നാണ് ചരിത്രത്തിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു The burden of the labor was minimized by the use of metal instead of sharp rocks and wooden sticks for hunting and earning food. നമ്മൾ മെറ്റൽ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്, മെറ്റലിന് പകരം ഉപയോഗിച്ചിരുന്നത് ഷാർപ്പ് റോക്സ്, മൂർച്ചയുള്ള കല്ലുകളും അതുപോലെ മരത്തടികളുമായിരുന്നു അവരുടെ ഹണ്ടിങ്ങിനും വേട്ടയാടാനും ഭക്ഷണം കണ്ടെത്താനും അവർ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം മെറ്റൽസ് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. The development in the field of agricultural and industry are the results of the invention of metals. മെറ്റൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അഗ്രികൾച്ചർ, കൃഷിയിലും വ്യവസായങ്ങളിലും അന്നത്തെ മനുഷ്യർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. Iron, which is used in making equipments ranging from pin to aeroplanes as well as, നമ്മളറിയാം അയണ് പിന്ന് മുതൽ എയറോപ്ലെയിൻ്റെ ഭാഗങ്ങൾ വരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പർ ആൻഡ് അലൂമിനിയം ഹാവിങ് വാരിയസ് യൂസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് മെറ്റൽസിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെറ്റൽ ഏജസ്, മെറ്റലിൻ്റെ കണ്ടുപിടുത്തം ഹിസ്റ്ററിയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറി. നമ്മൾ ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മെറ്റൽസ് ആണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എന്നിവ. ഹാവ് യു എവർ തൗട്ട് ഹൗ ദീസ് മെറ്റൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം നേച്ചർ? എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഈ മെറ്റലുകളൊക്കെ കിട്ടുന്നത്? നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ദ കെമിക്കൽ റിയാക്റ്റീവ് മെറ്റൽസ് ആർ ഫൗണ്ട് ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ്. The chemically reactive metals are found in the combined state, while the relative unreactive metals are found in native state in the earth crust. റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ വെക്കേണ്ട കഴിയില്ല, അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കമ്പൈൻ ചെയ്ത ഒരു സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അൺറിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, നിഷ്ക്രിയരായിട്ടുള്ള മെറ്റൽസ്, അതായത് പ്ലാറ്റിനം, ഗോൾഡ്, അവരൊക്കെ എന്താവും ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കാണും, ആരുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടില്ലാത്ത സ്റ്റേറ്റിൽ കാണും. ദ മെറ്റാലിക് കോമ്പൗണ്ട്സ് ജനറലി സീൻ ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. നമ്മുടെ ഭൂമിയിൽ കാണുന്ന മെറ്റാലിക് കോമ്പൗണ്ട്സിനെയൊക്കെ നമ്മൾ മിനറൽസ് എന്നാണ് പറയുന്നത്. ദർ കുഡ് ബി മെനി മിനറൽസ് ഹാവിങ് ദ സെയിം മെറ്റൽ. ഒരു മെറ്റലിൻ്റെ തന്നെ ഒരുപാട് മിനറൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ മിനറൽസിൽ നിന്ന് നമുക്ക് ആ മെറ്റലിന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ, ഇതൊക്കെ അലൂമിനിയത്തിൻ്റെ ഓറുകളാണ്. അലൂമിനിയത്തിന് നമുക്ക് ഇതിന്ന് ബോക്സൈറ്റ് എന്ന് വേർതിരിച്ചെടുക്കാം, ക്രയോലൈറ്റ് എന്ന് വേർതിരിച്ചെടുക്കാം, അതുപോലെ ക്ലേയിൽ നിന്നും വേർതിരിച്ചെടുക്കാം. ഇത് നോക്കുക, L2O3 2H2O, ഇതിൽ അലൂമിനിയം ഉണ്ട്. അതുപോലെ Na3AlF6, ഇവിടെയും അലൂമിനിയം ഉണ്ട്. അതുപോലെ Al2O3, ഇവിടെയും അലൂമിനിയം ഉണ്ട്. അത് സം ഓഫ് ദ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. ഇനി what are the characteristics possessed by minerals that are used for the extraction of metals? ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ബോക്സൈറ്റിലും ക്രയോലൈറ്റിലും ക്ലേയിലൊക്കെ അലൂമിനിയം ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമോ? എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഏത് മിനറലിൽ നിന്നാണ് നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ആദ്യം അബാൻഡൻസ്, നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ട് കിട്ടണം, എന്നെങ്കിലും മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റൽസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ. അതുപോലെ ഈസിലി ആൻഡ് ചീപ്പ്ലി സെപ്പറബിൾ, നമുക്കിപ്പോൾ ഒരു മിനറൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. അതുപോലെ ഹൈ മെറ്റൽ കണ്ടന്റ്, ഒരുപാട് നമ്മൾ എടുക്കുന്ന ആ ഒരു മിനറലിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള മെറ്റൽ കണ്ടന്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മിനറലിന് നമ്മുടെ അടുത്തുള്ള മിനറലിന് നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
ഇനി ഓർ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓർ എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്കലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ. മിനറൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എർത്തിൽ കാണുന്ന മെറ്റൽസ് ഉള്ള ഒരു കോമ്പൗണ്ടിനെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്കലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ. നമുക്ക് ഈസിലിയും വളരെ പെട്ടെന്നും ഒക്കെ സാമ്പത്തികപരമായും നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതിനെ ഓർ എന്ന് പറയും. Among the minerals of aluminum, bauxite possesses these properties. അപ്പം നമ്മൾ അലൂമിനിയത്തിൻ്റെ മിനറൽസ് പഠിച്ചു. അലൂമിനിയത്തിൻ്റെ മിനറൽസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ഒരു മിനറലാണ്, ക്രയോലൈറ്റ് ഒരു മിനറലാണ്, ക്ലേ ഒരു മിനറലാണ്. പക്ഷെ ഇതിൽ നമുക്ക് ക്രയോലൈറ്റ് എന്നും ക്ലേ എന്നും ഈ പറയുന്ന രീതിയിൽ നമുക്കതിനെ അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ബോക്സൈറ്റ് മാത്രമാണ് നമ്മൾ അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ ഓറ് എന്ന് നമ്മൾ പറയും. ഗിവൻ ബിലോ ഇസ് എ ടേബിൾ. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഷോയിങ് സർട്ടൺ മെറ്റൽസ്, ദർ ഓർസ് ആൻഡ് ദർ കെമിക്കൽ ഫോർമുല. കുറച്ച് മെറ്റൽസും തന്നിട്ടുണ്ട്, ഓർസും തന്നിട്ടുണ്ട്, അവരുടെ കെമിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട്. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൗണ്ട് ഔട്ട് ദ ഫോളോയിങ്. എന്നിട്ട് നമ്മൾ എന്ത് വേണം? ഈ ടേബിൾ അനലൈസ് ചെയ്യണം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കണം. ഇവിടെ അലൂമിനിയത്തിൻ്റെ ഓർ ബോക്സൈറ്റ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല Al2O3 2H2O ആണ്. അയണിൻ്റെ ഓർ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അവിടെ കെമിക്കൽ ഫോർമുല Fe2O3 Fe3O4. മാഗ്നറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല Fe3O4 ആണ്. കോപ്പർ ഉണ്ട്, കോപ്പർ പൈറൈറ്റ്, കെമിക്കൽ ഫോർമുല കോപ്പർ FeS2. കുപ്രൈറ്റ് Cu2O. സിങ്ക് ബ്ലെൻഡ്, സിങ്കിൻ്റെ ഓറാണ് സിങ്ക് ബ്ലെൻഡ് ZnS. കലാമിൻ ZnCO3. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. വിച്ച് മെറ്റൽസ് ഓർ ഈസ് കലാമിൻ? കലാമിൻ ഏത് മെറ്റലിൻ്റെ ഓറാണ്? അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കലാമിൻ ആരുടെ ഓറാണ്? സിങ്കിൻ്റെ ഓറാണ് കലാമിൻ. വിച്ച് ഇസ് ദ ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ്? അലൂമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. വിച്ച് മെറ്റൽ ഹാസ് സൾഫൈഡ് ഓർ? ഏത് മെറ്റലിലാണ് സൾഫൈഡ് ഓർ ഉള്ളത്? അപ്പം നമുക്ക് നോക്കാം. സൾഫൈഡ് ഉള്ളത് ആയിരിക്കാന്ന്. ഇവിടെ സൾഫൈഡ് ഉണ്ട്, C2 കോപ്പറിനുണ്ട്, അതുപോലെ ZnS സിങ്കിനുണ്ട് സൾഫൈഡ് ഓർ. ഇനി നമ്മൾ പഠിക്കുന്നത് മെറ്റലർജി. മെറ്റലർജി ഇൻവോൾവ്സ് all the process leading to separation of a pure metal from its ore. നമ്മളിപ്പോൾ ഓറ് കണ്ടുപിടിച്ചു. ഇനി ആ ഓറിൽ നിന്ന് നമ്മുടെ പ്യുവർ മെറ്റൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഒരു ഓർ ഇപ്പോൾ ബോക്സൈറ്റ്, അലൂമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ അലൂമിനിയം മാത്രമല്ല ഉള്ളത്, Al2 ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഈ 2H2 എന്ന് പറയുന്ന വാട്ടറാണ്. വാട്ടറും ഉണ്ട്, വീണ്ടും ഓക്സിജൻ ഉണ്ട്, അലൂമിനിയം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒഴിവാക്കി അലൂമിനിയം മാത്രം നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഉള്ള പ്രോസസ്സിനെയാണ് അലൂമിനിയം മെറ്റലിന് അതിൻ്റെ ഓറിന്ന് മെറ്റൽ മാത്രമായി എടുക്കാനുള്ള പ്രോസസ്സിനെയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജി ഇൻവോൾവ്സ് ഓൾ ദി പ്രോസസ് ലീഡിങ് ടു ദ സെപ്പറേഷൻ ഓഫ് എ പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഒരു പ്യുവർ അതിൻ്റെ ഓറിൽ നിന്ന് ഒരു പ്യുവർ മെറ്റൽ ആക്കാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സ് വേണോ ആ പ്രോസസ്സിനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബ്രാഞ്ചാണ് മെറ്റലർജി എന്ന് പറയുന്നത്. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ ദ മെറ്റലർജി. മെയിനായിട്ട് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണുള്ളത്. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് മെറ്റൽസ്. ഇത് മൂന്നാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഈ 3 പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ്, മെറ്റലർജിയിൽ വരുന്ന ആദ്യത്തെ പ്രോസസ്സ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ആണ്. ദി പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഇംപ്യൂരിറ്റീസ് ഗാങ് ഫ്രം ദ ഓർ ഒബ്റ്റൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ് ഈസ് ടേംഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓറിൻ്റെന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ മെറ്റലർജിയിൽ ഗ്യാങ് എന്നാണ് പറയുക. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിനെ ഗ്യാങ്ങിനെ മാറ്റുന്ന പ്രോസസ്സിനെയാണ്
കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഓറിൻ്റെ എമൗണ്ട് കൂട്ടാം, ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഒഴിവാക്കുക. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഓർ ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മുടെ ഓറിനനുസരിച്ചിട്ടും ആ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനനുസരിച്ചിട്ടും ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോസസ്സാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. When the impurities are higher and the ore particles are heavier. നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആണ്, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഓർ പാർട്ടിക്കിൾസ്. ഇമ്പ്യൂരിറ്റീസ് എന്താണ്? ലൈറ്റർ ആണ്, വെയിറ്റ് ഒന്നും ഇല്ല. ദ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ് ഇൻ ദ കറണ്ട് ഓഫ് വാട്ടർ. നമ്മൾ അതിനകത്ത് നമ്മുടെ ഓറിന് നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് ഓറ് വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയും ഇമ്പ്യൂരിറ്റീസിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. For example, concentration of oxide or oxides ഓറും concentration of ores of gold. ഗോൾഡിൻ്റെ ഓർസൊക്കെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആയിരിക്കും, ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കും. അപ്പോൾ വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കൂടെ ആ പൊടി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ അത് മാത്രമേ പോവുള്ളൂ. ഓർ പാർട്ടിക്കിൾസ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, ഓർ പാർട്ടിക്കിൾസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഓറുണ്ട്, ഓറിൽ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിലൂടെ നമ്മൾ വാട്ടർ പമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ വാട്ടർ പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഉള്ള ഓറൽ എന്താവും? താഴോട്ടേക്ക് വരും. വെയിറ്റ് ഇല്ലാത്ത ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ കൂടെ പോയി ഇങ്ങനെ നമുക്ക് ഇതായി പോകും. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകുന്നില്ലേ, അരി വെള്ളത്തിൽ കഴുകുമ്പം അരിയിലുള്ള പൊടി പടലങ്ങളൊക്കെ പുറത്തു പോകുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അരിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്, അപ്പോൾ അതെന്താവില്ല, വെള്ളത്തിൻ്റെ കൂടെ പോവില്ല. പക്ഷെ പൊടി പടലങ്ങൾക്കൊക്കെ വെയിറ്റ് കുറവായതുകൊണ്ട് അത് വെള്ളത്തിലൂടെ പോകും. അത് തന്നെയാണ് ഈ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ്റെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് വെൻ ദ ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവിയർ. ഈ പ്രോസസ്സ് എവിടെയാണ് ഉപയോഗിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഇമ്പ്യൂരിറ്റീസിനായിരിക്കും ഹെവിയർ, വെയിറ്റ് കൂടുതലുള്ളത്. ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ. നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അത് ലൈറ്റർ ആയിരിക്കും, വെയിറ്റ് കുറഞ്ഞതായിരിക്കും. സൾഫൈഡ് ഓർസ് ആർ യൂഷ്വലി കോൺസെൻട്രേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ സൾഫൈഡ് ഓർസൊക്കെ നമ്മളിങ്ങനെ ഒരു മെത്തേഡിലാണ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രോത്ത് പതയാക്കുക. അപ്പം നമ്മുടെ സൾഫൈഡ് ഓറിന് എന്താക്കുക? പതയാക്കിയിട്ട് ഈ കാണുന്നില്ലേ ബബിൾസ് പോലെ ആക്കുക. അപ്പോൾ ഈ ബബിൾസ് ആണ് സൾഫൈഡ് ഓറായിട്ട് വരുന്നത്. അപ്പം ഈ ബബിൾസ് സൾഫൈഡ് ഓറാണ്. അപ്പോൾ ഈ ബബിൾസിനെ മാത്രം നമ്മൾ എന്താക്കും? മാറ്റും. നമ്മൾ ഈ ഒരു ഫിഗർ 4.2 ഇവിടെ നമ്മൾ എന്താക്കും? ബബിൾസ് ഉണ്ടാക്കും. അപ്പോൾ വെയിറ്റ് കൂടിയ ഇമ്പ്യൂരിറ്റീസ് ബബിൾസ് ആയിട്ട് മാറില്ല. വെയിറ്റ് കുറഞ്ഞ ഈ നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ആണ് ബബിൾസ് ആവുക. അപ്പോൾ നമുക്ക് ഈ ബബിൾസ് പിന്നെ അത് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ ബബിൾസിനെ നമ്മൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓറിന് കിട്ടും, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിന് കിട്ടും. സൾഫൈഡ് ഓറിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേഷൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇഫ് either the ore or the impurity has magnetic nature, ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്കോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഈസ് ഡൺ ബൈ ദിസ് മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ് ഓർ ഓഫ് അയൺ ആൻഡ് ഓൾസോ ടു സെപ്പറേറ്റ് അയൺ ടങ്സ്റ്റേറ്റ്. നമ്മളിത് ഉപയോഗിക്കുന്നത് മാഗ്നറ്റൈറ്റ് അയണിൻ്റെ കേസിലാണ് ഉപയോഗിക്കുന്നത്. അയണിൻ്റെ ഓറല്ലേ മാഗ്നറ്റൈറ്റ് ഓർ ഓഫ് അയൺ ആൻഡ് ഓൾസോ ടു സെപ്പറേറ്റ് അയൺ ടങ്സ്റ്റേറ്റ്. അയൺ ടങ്സ്റ്റേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. ദ മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റി ഫ്രം ടിൻ സ്റ്റോൺ, ദ നോൺ മാഗ്നറ്റോ ഓർ ഓഫ് ടിൻ. അതുപോലെ ടിൻ സ്റ്റോണിലുള്ളത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
ഈ ഒരു പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ഇത് നോക്ക്, ഓർ ഉണ്ടാവും. ഓറിൽ നമ്മൾ എന്താക്കും, ഈ ഓറഞ്ച് കളറിലത് മാഗ്നറ്റിക് റോളറാണ്. അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മാഗ്നറ്റിക് കോമ്പണൻ്റ് എന്തായിരിക്കും, ഈ റോളറിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് പറ്റി പിടിച്ചിരിക്കുമ്പം ഇതിങ്ങനെ പോയിട്ട് അവസാനം എന്താവും, ഈ ഒരു ബോക്സിൽ വീഴും. അപ്പം മാഗ്നറ്റിക് കോമ്പണൻ്റ് നമുക്ക് ഈ ബോക്സിൽ കിട്ടും. ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തത് അതെന്താക്കും, വേഗം തന്നെ ഇപ്പുറത്തെ ഈ ബോക്സിലേക്ക് വീഴും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. മാഗ്നറ്റിക് സെപ്പറേഷൻ. അടുത്ത പ്രോസസ്സാണ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറയുന്നത് ഓൺ ആഡിങ് ദ ഓർ ടു എ സ്യൂട്ടബിൾ സൊല്യൂഷൻ എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർ പാർട്ടുകൾ എടുക്കും, അതിനകത്തൊരു സ്യൂട്ടബിൾ സൊല്യൂഷൻ, അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്യും. ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസസ്. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ ഓറ് ഡിസോൾവ്സ്, ഓറ് ലയിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറ് ഡിസോൾവ് ആവുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്താക്കുക ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ദ ഇൻസോലബിൾ ഇമ്പ്യൂരിറ്റീസ് എന്താവും, അതിനകത്ത് ഡിസോൾവ് ആവില്ല. അപ്പം നമുക്കതിനെ അരിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഓറെടുക്കും, അതിനകത്തൊരു സൊല്യൂഷൻ മിക്സ് ചെയ്യും. അപ്പോൾ ആ സൊല്യൂഷനിൽ എന്താവും, നമ്മുടെ ഓറ് ഡിസോൾവ് ആവും, അലിഞ്ഞു പോകും. പക്ഷെ ഇമ്പ്യൂരിറ്റീസ് എന്താവില്ല, അലിയൂല. അപ്പം നമുക്ക് അതിനെന്താക്കുക, അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ എന്താക്കും, ദ പ്യുവർ ഓർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫിൽട്രേറ്റ് ബൈ എ കെമിക്കൽ റിയാക്ഷൻ. പിന്നെ നമ്മൾ വീണ്ടും ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ടുള്ള, അപ്പോൾ ആ സൊല്യൂഷനെ നമ്മൾ വേറെ പ്രോസസ്സിലൂടെ ആ സൊല്യൂഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്യുവർ ഓറ് നമുക്ക് കിട്ടും. ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. അപ്പോൾ ബോക്സൈറ്റിന് നമ്മൾ ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. Certain properties of metallic ores and the impurities present in them are given table. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നോക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് ഓറും തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമ്പ്യൂരിറ്റീസും തന്നിട്ടുണ്ട്. ഓറിന് ഹൈ ഡെൻസിറ്റിയാണ്, ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോസസ്സ് എടുക്കുക, ഇതിൽ ഓറിന് ഹൈ ഡെൻസിറ്റിയാണ്, ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റിയാണ്. അപ്പം നമ്മൾ എന്താണ് എടുക്കുക, നമ്മൾ ആദ്യം പഠിച്ച കോൺസെൻട്രേഷൻ മെത്തേഡ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷനായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത കേസിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്, ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചർ ഇല്ല. അപ്പം നമ്മൾ ഏതാണ് പഠിച്ചത്, ഓറിന് മാഗ്നറ്റിക് നേച്ചറും ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചറും ഇല്ല. അപ്പം നമ്മൾ പഠിച്ചത് ഓറിന് മാഗ്നറ്റിക് നേച്ചറും ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചറും ഇല്ല, അത് പഠിച്ചത് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പം കോൺസെൻട്രേഷൻ മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ലൈറ്റർ സൾഫൈഡ് ഓർ ഹൈ ഡെൻസിറ്റി ഉള്ള ഇമ്പ്യൂരിറ്റീസ്. സൾഫൈഡ് ഓറിന്, ലൈറ്റർ ആയിട്ടുള്ള സൾഫൈഡ് ഓറിന് നമ്മൾ എന്താ പഠിച്ചത്, ഓർമ്മയില്ലേ? ലൈറ്റർ ആയിട്ടുള്ള സൾഫൈഡ് ഓറിന് നമ്മൾ പഠിച്ചതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇമ്പ്യൂരിറ്റീസ് ഹെവിയറും ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഉപയോഗിക്കും. സൾഫൈഡ് ഓറാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് അലൂമിനിയം ഓർ ദാറ്റ് ഗെറ്റ് ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ. അലൂമിനിയം ഓറാണ്, അതൊരു സൊല്യൂഷനിൽ ലയിക്കും. ഇൻസോലബിൾ ദ സെയിം സൊല്യൂഷൻ, അത് ആ സൊല്യൂഷനിൽ ഇൻസോലബിൾ ആണ്. അപ്പം മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ അവസാനം പഠിച്ച ലീച്ചിങ്. അപ്പോൾ 4 ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ആദ്യത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, രണ്ടാമത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ, മൂന്നാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, നാലാമത്തത് ലീച്ചിങ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ദ ഓർ ഗിവൺ ഇൻ ദ ടേബിൾ. നമുക്ക് കുറച്ച് ഓർ തന്നിട്ടുണ്ട്, അതിന് ഏതൊക്കെ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ആദ്യത്തത് ടിൻ സ്റ്റോൺ. ടിൻ സ്റ്റോണിൻ്റെത് നമ്മൾ ഇപ്പം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ടിൻ സ്റ്റോൺ എവിടെയാണ് പറഞ്ഞത്, ടിൻ സ്റ്റോൺ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ടിൻ സ്റ്റോൺ പറഞ്ഞിട്ടുള്ളത് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ ടിൻ സ്റ്റോണ്
മാഗ്നറ്റിക് സെപ്പറേഷൻ. അടുത്തത് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ഓറാണ്. അലൂമിനിയം ഓറ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. ലീച്ചിങ്, ബോക്സൈറ്റ് ഓർ ഓഫ് അലൂമിനിയം. അപ്പോൾ അതിനും ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിങ്ക് ബ്ലെൻഡ് അതിലെന്താ വരുന്നത്? സിങ്ക് ബ്ലെൻഡ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സിങ്ക് ബ്ലെൻഡ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് സൾഫൈഡ്, കെമിക്കൽ ഫോർമുല ZnS. അപ്പം ഇതിലെന്തുണ്ട്? സൾഫൈഡ് ഉണ്ട്. അപ്പം സൾഫൈഡ് വരുന്ന സമയത്ത് നമുക്ക് സൾഫൈഡിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഏത് പ്രോസസ്സ് എടുത്താൽ മതി? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മൂന്നാമത്തെ ആൻസർ, സിങ്ക് ബ്ലെൻഡിൻ്റെ ആൻസർ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ ആദ്യത്തെ ടിൻ സ്റ്റോണിൻ്റെത് മാഗ്നറ്റിക് സെപ്പറേഷൻ, ബോക്സൈറ്റിൻ്റെത് ലീച്ചിങ്, സിങ്ക് ബ്ലെൻഡിൻ്റെത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മനസ്സിലായില്ലേ?